ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും വമ്പൻ തിരച്ചടി. ലൂണക്ക് ഈസ്റ്റ് ബംഗാളിനെതിരെയും കളിക്കാൻ കഴിയില്ല. എതിരാളികളുടെ ശക്തിയും ബലഹീനതയും ഞങ്ങൾക്കറിയാം. തന്ത്രങ്ങളുണ്ടെന്ന് കോച്ച്. വിശദ വാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീസണിലെ രണ്ടാം മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഞായറാഴ്ച നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. ഒട്ടേറെ പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ മത്സരത്തെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇപ്പോളിത് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈസ്റ്റ് ബംഗാളിനെതിരെയും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണക്ക് കളിക്കാൻ കഴിയില്ല എന്നാണ്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായേൽ സ്റ്റഹ്റയാണ് ഈ കാര്യം പ്രസ് കോൺഫറൻസിനിടയിൽ വെളിപ്പെടുത്തിയത്. ലൂണ പൂർണ്ണമായും പനിയിൽ നിന്ന് മുക്തനായിട്ടില്ല എന്നാണ് മിഖായേൽ വ്യക്തമാക്കിയത്. ലൂണയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ താരം ഇതുവരെ പൂർണ്ണമായി സുഖം പ്രാപിച്ചിട്ടില്ല. അവൻ നാളെ കളിക്കില്ല. ഒരുപക്ഷേ അവൻ അടുത്ത മത്സരത്തിന് തയ്യാറായിരിക്കാം. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന് ബന്ധപ്പെട്ട് ലൂണയുടെ അഭാവം വമ്പൻ തിരച്ചടി തന്നെയാണ് നൽകുക. താരം എത്രയും പെട്ടെന്ന് പരിക്കിൽ നിന്നും മുക്തനാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് കൊച്ചിയിലെ സ്വന്തം ആരാധകർ മുന്നിൽ കൊൽക്കത്തയിലെ കൊമ്പന്മാരായ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സി. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിനു മുൻപായി സംസാരിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്.സിയുടെ പരിശീലകൻ ഈസ്റ്റ് ബംഗാൾ ടീമിനെയും താരങ്ങളുടെയും ശക്തിയും ബലഹീനതയും എല്ലാം വിശകലനം ചെയ്തിട്ടുണ്ടെന്നും തങ്ങൾക്ക് തന്ത്രങ്ങളുണ്ടെന്നും വ്യക്തമാക്കി. ഞങ്ങൾ എതിരാളിയുടെ ശക്തിയും ബലഹീനതയും വിശകലനം ചെയ്തു. എതിരാളിയെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് മികച്ച വ്യക്തിഗത കളിക്കാർ ഉണ്ടെങ്കിലും അവർക്കും ബലഹീനതകളുണ്ട്. അതിനാൽ ഈ വിശകലനങ്ങൾ ഞങ്ങൾക്ക് കളിക്കു മുൻപേയുള്ള ഒരു സാധാരണ തയ്യാറെടുപ്പാണ്, സ്റ്റാറെ പറഞ്ഞു. എന്തായാലും ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ്.സിയോട് സ്വന്തം ആരാധകർക്ക് മുന്നിൽ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ആരാധകർക്കു വേണ്ടി വിജയം അത്യാവശ്യമാണ്. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.